മൂന്നാമത്തെ പരാതി, അതായത് ഇന്നലെ രാത്രി രാഹുലിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അറിഞ്ഞ, പുറം ലോകം അറിഞ്ഞ, കേരളത്തിൻ്റെ പൊതുസമൂഹം അറിഞ്ഞ പരാതി. ഈ മൂന്നാമത്തെ പരാതി രാഹുലിനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് പുറം ലോകത്തേക്ക് എത്തുന്നത്. പരാതി വന്നിട്ട് 7 ദിവസമായി. ഇത്രയും ദിവസം വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു, പുറത്തേക്ക് വിട്ടില്ല. ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, ഈ പരാതിയിലെങ്കിലും കോടതിയിലേക്ക് രാഹുൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് അതിനു മുൻപ് ഈ കേസ് കോടതി തള്ളുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിനു മുൻപ് ഒരു പരാതി പറഞ്ഞിട്ട് അതിലെങ്കിലും രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടണമെന്ന വാശിക്ക് ചെയ്തതാണ് ഇത്. അപ്പോൾ ഈ പരാതി എവിടെ നിന്ന് വന്നു? പരാതി വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് കൺട്രിയാണ്. കേരളത്തിന് പുറത്തു നിന്നല്ല, ഈ രാജ്യത്തിന് പുറത്തു നിന്നാണ്, ഇന്ത്യക്ക് പുറത്തു നിന്നാണ്, വിദേശത്ത് നിന്നാണ് പരാതി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ പരാതി വിദേശത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് എങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കും. അത് നമ്മുടെ ഇപ്പോഴത്തെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ലോകത്ത് എവിടെയാണെങ്കിലും, ഏത് മുക്കിലാണെങ്കിലും, ഏത് മൂലയിലാണെങ്കിലും മൊഴിയെടുക്കാൻ വീഡിയോ കോളിങ്ങും വീഡിയോ കോൺഫറൻസിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് അത്തരത്തിലൊരു വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് മൊഴിയെടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയാൻ വരുന്നത്, ഈ പരാതി വിദേശത്ത് നിന്നാണ് പരാതി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ചുരുളഴിയുകയാണ്. ഇതിൻ്റെ പിന്നാമ്പുറത്തെ കാഴ്ചകളും കഥകളും പുറത്തേക്ക് വരികയാണ്. ഗൂഢാലോചന തെളിയുകയാണ്. രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടണമെന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഇങ്ങനെ ഒരു പരാതി ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? വളരെ വെൽ പ്ലാൻഡ് ആണ്, വെൽ എക്സിക്യൂട്ടഡ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഫാബ്രിക്കേറ്റഡ് ആയ പരാതി ഉണ്ടാക്കിയതാണ്. ആ പരാതി ഉണ്ടാക്കിയവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി 7 ദിവസം മുമ്പ് പരാതി വന്നു, വളരെ രഹസ്യമാക്കി വെച്ചു. രാഹുലിനെ ശനിയാഴ്ച രാത്രി അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. കാരണം ഞായറാഴ്ച അവധിയാണ്, കോടതിയില്ല. പിന്നെ ഇനി തിങ്കളാഴ്ച കോടതിയിൽ പോയാലും എന്താണെങ്കിലും, തിങ്കളാഴ്ച കോടതി ജാമ്യം നൽകിയാലും ഒരു ദിവസമെങ്കിലും രാഹുലിനെ അകത്തിട്ടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അതിനു വേണ്ടിയാണ് ഈ പരാതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പരാതി വന്നിരിക്കുന്നത് വിദേശത്ത് നിന്നാണ്. എവിടെ നിന്നാണ്? ഷാർജയിൽ നിന്നാണോ? എവിടെ നിന്നാണ്? ദുബൈയിൽ നിന്നാണോ? ആണെന്ന് പറയേണ്ടി വരും. എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് പരാതി? കാരണം ഈ പരാതിയുടെ പ്ലാനിങ്ങും എക്സിക്യൂഷനും ഇത്ര കൃത്യമായി നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പരാതി ദുബൈ ബേസ്ഡ്, UAE ബേസ്ഡ്, ഷാർജ കണക്ഷൻ ഒക്കെ ഇതിനുണ്ട് എന്നുള്ളതാ. എന്താ ഞാനതങ്ങനെ പറയാൻ കാരണം, അവിടെ വളരെ വ്യക്തമായ ഒരു കണക്ഷൻ ഉള്ള വ്യക്തി AKG സെന്ററിൽ ഇരിപ്പുണ്ട്. ആ വ്യക്തി കഴിഞ്ഞ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരെ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ നിമിഷം വരെ ആ വ്യക്തി ഇന്ദിരാഭവനിൽ ഇരുന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തി കഴിഞ്ഞ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് AKG സെന്ററിലേക്ക് ക്യാമ്പ് മാറ്റിയത്. ആ വ്യക്തിക്ക് ഷാർജ, ദുബൈ, UAE തുടങ്ങിയ ഇടങ്ങളിൽ ചില പരിചയങ്ങളുണ്ട്, ചില ബന്ധങ്ങളുണ്ട്, ഇടക്കിടക്ക് പോക്കുവരത്തുകളുണ്ട്. മനസ്സിലായല്ലോ? പലതും രാഹുലിനെതിരെ വിളിച്ചു പറഞ്ഞത് ദുബൈയിൽ ഇരുന്നിട്ടാണ്. രാഹുലിനെതിരെ പലതും വിളിച്ചു പറഞ്ഞത് ഷാർജയിൽ ഇരുന്നിട്ടാണ്. ഈ AKG സെന്ററിലേക്ക് ക്യാമ്പ് മാറ്റിയ വ്യക്തി ഇടക്കിടക്ക് ഷാർജയിലും ദുബൈയിലും ഒക്കെ പോകാറുണ്ട്. അവിടെയൊക്കെ ചെന്ന് പലരെയും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവിടെയൊക്കെ ചെന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ദിവസങ്ങൾക്കുള്ളിൽ ദുബൈയിൽ നിന്നും ഷാർജയിൽ നിന്നും പല ബോംബുകളും പൊട്ടാറുണ്ട്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ AKG സെന്ററിൽ ക്യാമ്പ് ചെയ്യുന്ന P. സരിൻ എന്ന് പറയുന്ന, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാണെങ്കിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ താൻ BJPയിലേക്ക് വരാൻ
തയ്യാറാണ് എന്ന് BJP നേതൃത്വത്തെ അറിയിച്ചതിനും ചർച്ച ചെയ്തതിനും ശേഷമാണ് ഈ ബോംബ് പൊട്ടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. പരാതി ഒന്ന് വരുന്നത് വിദേശത്ത് നിന്നാണ്. ഈ വിദേശത്ത് നിന്ന് പരാതി വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പി സരിൻ നടത്തുന്ന ചില നീക്കങ്ങളും ഇതോടൊപ്പം അടുപ്പിച്ച് വായിക്കേണ്ടതുണ്ട്. സരിൻ BJP നേതൃത്വവുമായിട്ട് ഒരു ചർച്ച നടത്തുന്നു. തന്നെ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ, പാലക്കാട് ജില്ലയിലുള്ള മറ്റുള്ള മണ്ഡലങ്ങളിലല്ല, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ താൻ BJPയിലേക്ക് വരാൻ സന്നദ്ധനാണെന്ന് സരിൻ BJP നേതൃത്വത്തെ അറിയിക്കുന്നു. ആ സമയത്ത് സരിനോട് BJP നേതൃത്വം അറിയിക്കുന്ന മറ്റൊരു ഇൻഫർമേഷൻ ഉണ്ട്. എന്താണ്? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം, ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. രാഹുൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ പരാതിയിലെ പരാതിക്കാരി, ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുലിനെതിരെ ഒരു പരാതി DGPക്ക് കൊടുത്തപ്പോൾ ആ ഭർത്താവിനോട് ഞങ്ങൾ പറഞ്ഞത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകരുത് എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ രാഹുലിൻ്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. രാഹുൽ വരാൻ സമ്മതം അറിയിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കില്ല. നിങ്ങൾക്ക് പാർട്ടിയിലേക്ക് വേണമെങ്കിൽ വരാം, പക്ഷേ രാഹുൽ സമ്മതം അറിയിക്കുകയാണെങ്കിൽ, രാഹുൽ ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് സരിനോട് ആര് പറഞ്ഞിട്ടുണ്ട്? BJP നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ BJP മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുലിനെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ സരിൻ വന്ന് സമീപിക്കുന്നു, സരിനോട് പറയുന്നു ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പരാതി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ആ പരാതി വരുന്നത് പുറത്തു നിന്നാണ്, രാജ്യത്തിന് പുറത്തു നിന്നാണ് പരാതി വരുന്നത്. സരിന് ദുബൈയിലും ഷാർജയിലും നല്ല കണക്ഷനുകളുണ്ട്. ആ ദുബൈയിൽ നിന്നും ഷാർജയിൽ നിന്നും പലതും രാഹുലിനെതിരെ പറഞ്ഞിട്ടുമുണ്ട്. സരിൻ ഇടക്കിടക്ക് ദുബൈയിലും ഷാർജയിലും പോകാറുണ്ട്. സരിന് അവിടെ ചില കണക്ഷനുകളും ചില ബന്ധങ്ങളും ഒക്കെ ദുബൈയിലും ഷാർജയിലും സരിനുണ്ട്. ആ കണക്ഷനും പാലക്കാട്ടെ BJP നേതൃത്വം സരിനോട് പറഞ്ഞ മറുപടിയും രാഹുൽ മാങ്കൂട്ടം ഇങ്ങോട്ട് സമീപിച്ചതല്ല, രാഹുലിനെ BJP നേതൃത്വം അങ്ങോട്ട് പോയി കണ്ടതാണ്. വരികയാണെങ്കിൽ പാർട്ടിക്ക് പുറത്താണല്ലോ, എന്താണെങ്കിലും കോൺഗ്രസ് എന്താണെങ്കിലും നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കില്ല എന്നുള്ള ചർച്ചകളാണല്ലോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ, ഇങ്ങോട്ട് വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാമെന്ന് രാഹുലിനോടാണ് വാഗ്ദാനം നൽകിയത് BJP. രാഹുലുമായി ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് സരിൻ വന്നിട്ട് BJPയോട് പറയുന്നത്, എന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ഞാൻ BJPയിലേക്ക് വരാം. അതിന് മറുപടി BJP കൊടുത്തത്, ഞങ്ങൾ രാഹുലുമായി സംസാരിച്ച് വെച്ചിട്ടുണ്ട്, രാഹുൽ മറുപടി പറഞ്ഞിട്ടില്ല, രാഹുലിൻ്റെ മറുപടിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങൾക്കുള്ള മറുപടി. ഇത് പറഞ്ഞപ്പോൾ സരിൻ ആകെ തകർന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത സരിൻ്റെ ലക്ഷ്യം എന്താ? രാഹുൽ BJPയിലേക്ക് എത്താതിരിക്കാൻ, അല്ലെങ്കിൽ BJP രാഹുൽ ഇനി ഓക്കെ പറഞ്ഞാലും രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ള വഴികൾ തേടണം. സരിന് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് AKG സെൻറ്റർ അറിയില്ല, സഖാക്കൾ അറിയില്ല. അപ്പോൾ അതേ AKG സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് തന്നെ സരിൻ പണിയെടുത്തു. ഒരു പരാതി ഉണ്ടാക്കി, ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരാതി ഉണ്ടാക്കി. ആ പരാതി ഉണ്ടാക്കിയിട്ട് ഈ പരാതിയിന്മേൽ പുറത്തേക്ക് വരാതെ, വിവരങ്ങൾ പുറത്തു പോകാതെ സൂക്ഷിച്ച് ആ പരാതിയിന്മേൽ രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിട്ടു. ഒന്നാമത്തെ പരാതിയിലും രണ്ടാമത്തെ പരാതിയിലും രാഹുലിനെ തൊടാൻ കഴിയില്ല. കാരണം അതിൻ്റെ രണ്ടിൻ്റെ പരാതിൻ്റെയും നിലനിൽപ്പിനെ തന്നെ കോടതി സംശയത്തിലാണ് കാണുന്നത്. കോടതി ചോദ്യമുന്നയുയർത്തിയതാണ്, കോടതിയുടെ നിരീക്ഷണം അങ്ങനെയാണ്. അപ്പോൾ ആ രണ്ട് പരാതിയിലും കാര്യമില്ല എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഒരു ക്വിക്ക് ആക്ഷൻ ഉണ്ടാവണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗൂഢാലോചന, ഈ വരുന്ന രാഹുലിനെ അറസ്റ്റ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗൂഢാലോചന പുറത്തേക്ക് വരുന്നു. പരാതി വന്നിരിക്കുന്ന സരിൻ്റെ ഈ വിദേശത്തുള്ള ബന്ധം, അതോടൊപ്പം സരിൻ ചർച്ച നടത്തിയത്, BJPയുമായി നടത്തിയ ചർച്ച, ഈ
ഇതൊക്കെ കൂട്ടിച്ചേരുമ്പോഴാണ് രാഹുലിനെതിരെയുള്ള പരാതി ഉണ്ടായതും രാഹുലിനെതിരെ നടന്നിരിക്കുന്ന ഗൂഢാലോചനയും വളരെ വ്യക്തമായ പ്ലാനിങ്ങും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട രീതിയിൽ വളരെ വെൽ എക്സിക്യൂഷൻ, സോ ബ്രില്യൻറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള എക്സിക്യൂഷനുമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനകൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരികയാണ് എന്നുള്ളതാണ്. ഇനി നാളെ കോടതിയിലേക്ക് രാഹുൽ എത്തും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം, അതുവരെ രാഹുലിനും വെയിറ്റ് ചെയ്യണം. ഇനി കോടതി ഇപ്പം നാളെ ജാമ്യാപേക്ഷയുമായി പോയി കഴിഞ്ഞാൽ കോടതി എപ്പോൾ പരിഗണിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയുക തന്നെ വേണം. ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, ദിവസങ്ങൾക്ക് മാത്രമാണെങ്കിൽ പോലും, ഇനി ഒരൊറ്റ ദിവസമാണെങ്കിൽ പോലും രാഹുലിനെ അകത്തിടണം, അറസ്റ്റ് ചെയ്ത് അകത്തിടണം എന്നുള്ള ലക്ഷ്യത്തിന് പുറത്ത് നടത്തിയ വെറും തെമ്മാടിത്തരം നെറികെട്ട കളികളാണ് ഇതിന് പിറകിലുള്ളത് എന്നുള്ളതിൽ ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.